നമസ്കാരം. ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 6 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ചൂടുപിടിച്ചു. ഒരു കുടുംബത്തിന് ഒരു സർക്കാർ ജോലി എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനത്തിന് ചെക്കുവെച്ച് 1 കോടി തൊഴിലവസരം വാഗ്ദാനം ചെയ്താണ് NDA പ്രകടന പത്രിക പുറത്തിറക്കിയത്. കർഷകർക്കുള്ള ധനസഹായം 9,000 രൂപയാക്കി ഉയർത്തുമെന്നും പറയുന്നു. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സംരംഭത്തിന് ധനസഹായം നൽകുമെന്നും NDA വാഗ്ദാനം ചെയ്യുന്നു. മോദിയുടെ ചിത്രത്തിന് പുറംചട്ടയിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് NDA പുറത്തിറക്കിയ പ്രകടന പത്രികയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന സസ്പെൻസ് നിലനിർത്തുന്നു. പ്രചാരണത്തിൽ നിറയുന്നത് മോദി തൊടുത്തുവിടുന്ന പരാമർശങ്ങളും തന്നെയാണ്. ബീഹാറിലെ പ്രധാനമന്ത്രിയുടെ വിഭജനപരമായ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത് വന്നു. ബീഹാർ പ്രചരണത്തിനിടെ മോദി പ്രാദേശിക വിദ്വേഷം വളർത്തുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ് മറക്കുന്നുവെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് RJD സഖ്യം ഛഠ് പൂജയെ അപമാനിച്ചെന്ന മോദിയുടെ ആരോപണവും വലിയ ചർച്ചയാണ്. വോട്ടിനു വേണ്ടിയാണ് മോദി ഛഠ് പൂജ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധിയും വിമർശിച്ചിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയം കേന്ദ്രത്തിലെ NDAയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമെന്നിരിക്കെ മുൻതൂക്കം ആർക്കാണ്? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ സിബി സത്യൻ, മാധ്യമപ്രവർത്തകൻ, MS വേണുഗോപാൽ, നിരീക്ഷകൻ, ശ്രീ നിജീഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, ഒപ്പം BJP പ്രതിനിധി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. BJP പ്രതിനിധി അഖിൽ രവീന്ദ്രൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സിബി സത്യൻ, എന്നെ കേൾക്കാമോ? പറയൂ. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. അത് ബീഹാർ ഭരണത്തിന് മാത്രമല്ല, കേന്ദ്രത്തിലെ NDAയുടെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യന്താപേക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. NDA സംബന്ധിച്ച് അങ്ങനെ കൂടി ഒരു പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ നില എന്ത് എന്നത് പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇപ്പോൾ 2 മുന്നണികളുടെയും പ്രകടന പത്രിക വരുമ്പോൾ സർക്കാർ ജോലി വാഗ്ദാനം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ അവിടെ 1 കോടി തൊഴിലവസരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് NDAയുടെ പ്രകടന പത്രിക വരുന്നത്. ഇനി ഒന്നാം ഘട്ടത്തിലേക്ക് 6 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ മുന്നിൽ ആരാണ്? രേണു, നമ്മൾ ബീഹാറിന്റെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ എന്ന് പറയുന്ന 3 സംഭവങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പണം, ഒന്ന് ജാതി, ഒന്ന് സർക്കാർ ജോലി എന്നിവയാണ്. കാരണം നമുക്കറിയാം, കേന്ദ്ര സർവീസിലടക്കം ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന ബീഹാറികൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പൊ അത് കാരണം തന്നെ ഇരു മുന്നണികളുടെ മാനിഫെസ്റ്റോ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് BJP ഏതാണ്ട് 1 കോടി തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തേജസ്വി യാദവിന്റെ പ്രകടന പത്രിക കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്. അവർ പറയുന്നത് ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി എന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് NDA തങ്ങളുടെ മാനിഫെസ്റ്റോ കോപ്പി അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ ഇരു രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രതിപക്ഷ സഖ്യം ഒരവസരം നോക്കിയിരിക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം ഈ തേജസ്വി യാദവ് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. നിതീഷ് കുമാറിന്റെ ഒരു ഇമേജിനേക്കാൾ വളരെ കൂടുതലായിട്ട് യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നത്, യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായ ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ് തേജസ്വി യാദവ്. അപ്പൊ അതുകൊണ്ട് തന്നെ തേജസ്വിയുടെ ഈ തവണത്തെ ഇലക്ഷനിലെ യൂത്ത് ഒന്നടങ്കം തേജസ്വിക്ക് പിന്നാലെ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മൊത്തം സർവേകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരിയ വ്യത്യാസം, അതായത് 41% 39% തമ്മിലുള്ള വ്യത്യാസമാണ് മൊത്തത്തിൽ ഇത്തവണ ഈ 2 പാർട്ടികൾക്ക് ഇടയിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് ഒരു 9% വരെ വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ ജൻ സുരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. കാരണം അവർ കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മഹാഗഠബന്ധന്റെ സാധ്യതകളെ അത് ബാധിക്കും. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ അത് ബാധിക്കും. അതേസമയം അവർ കൂടുതൽ വോട്ട് പിടിക്കുന്നത് NDAക്ക് വളരെ പ്രയോജനപ്രദമാണ്. കഴിഞ്ഞ തവണ ചിരാഗ് പസ്വാന്റെ പാർട്ടി ഒരുപാട് ദളിത് വോട്ടുകൾ സ്വന്തമാക്കി NDAയെ സഹായിച്ചതുപോലെ അതുപോലൊരു ഒരു സംഭവം ഈ പറഞ്ഞതുപോലെ. പക്ഷേ അർബൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് കാര്യമായ സ്വാധീനം എന്നുള്ളത്. കാരണം അവർ കുറെ കൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈടെക് ആയിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് ബീഹാറിലെ സ്മാർട്ട് ഫോൺ പെനിട്രേഷൻ താരതമ്യേന കുറവായതുകൊണ്ടും
ഈ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലൊക്കെ എത്രമാത്രം ഇവർക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രശ്നമായി വിശേഷിക്കുന്നു. പക്ഷെ എന്നാൽ ഇന്നത്തെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ജൻസുരാജ് പാർട്ടിയുടെ ഒരു നേതാവ്, ഒരു വലിയ മസൽമാൻ, ഒരു പ്രാദേശിക മസൽമാൻ എന്ന് പറയാവുന്ന ഡോൺ എന്ന് പറയാവുന്ന ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് JDU-വിന്റെ ആൾക്കാരാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആയിട്ട് ഇന്ന് ബീഹാറിൽ ആകെ കത്തി പടർന്നിട്ടുണ്ട്. അതായത് പഴയ ജംഗിൾ രാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഇലക്ഷൻ എന്ത് വിധത്തിലും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് NDAയുടെ ഒരു വലിയ ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പരിധി വരെ ബീഹാർ ഇലക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പാർട്ടികൾ, നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് കേവല ഭൂരിപക്ഷം കേന്ദ്രത്തിൽ സർക്കാർ ഉറപ്പിച്ചിരിക്കുന്നത്. നിതീഷ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തരാതരങ്ങളിൽ നിറം മാറ്റുന്ന ഒരാളാണ്. ഏത് സമയത്തും എങ്ങോട്ടും ചാടാം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ലാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുക എന്നുള്ളത് ആർക്കും അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥാനചലനം ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ BJP ക്യാമ്പ് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിക്കാവുന്നവ, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്വീകരിക്കാവുന്നവയും എടുത്തു വരുന്നതാണല്ലോ നമ്മൾ ബീഹാറിൽ കാണുന്നത്. പ്രധാനമന്ത്രി തന്നെ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കുന്നു. ആസിയാൻ ഉച്ചകോടി പോലും വേണ്ട എന്ന് വെച്ചാണ് അവിടെ റാലികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത്. 10ഓളം റാലികളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ 25ഓളം റാലികൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നു. ഇന്നിപ്പോൾ ഈ പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ സിബി സത്യൻ അതിൽ പ്രധാനം മോദി തന്നെയാണ്. മോദിയുടെ വലിയ ചിത്രം ആണ് കവർ പേജിലുള്ളത്. അതിന് പിന്നിലാണ് മറ്റ് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുള്ളത്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് NDA സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പ്രകടന പത്രിക വരുമ്പോഴും ആ സസ്പെൻസ് നിലനിർത്തുന്നു. എന്തുകൊണ്ട് നിതീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? മോദിയുടെ ഒരൊറ്റ വാക്ക് മാത്രമാണ്, നിതീഷിന്റെ നേതൃത്വത്തിൽ നയിക്കുമെന്ന വാക്കിനപ്പുറം മറ്റൊരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് പോലും അവിടുത്തെ വിജയം ഉറപ്പെന്നിരിക്കെ ഇപ്പോഴും നിതീഷിനെ മുന്നോട്ട് വെക്കുന്നില്ല എന്നത് നമ്മൾ കാണണം. തുല്യ സീറ്റുകളിലാണ് മത്സരം എന്നത് കാണണം. അപ്പോൾ BJP വലിയ അമിത പ്രതീക്ഷയിൽ തന്നെയാണോ? അതാണോ ഈ പ്രകടന പത്രികയിലും കാണുന്നത്? മോദിയുടെ നേതൃത്വത്തിൽ BJP പിടിക്കുക എന്നതാണോ അജണ്ട? ബീഹാർ പിടിക്കുക എന്നതാണോ അജണ്ട? തീർച്ചയായും BJP തന്നെ. കാരണം കഴിഞ്ഞ തവണ 78 സീറ്റുകളാണ് BJPക്ക് മൊത്തം ഉള്ളത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 101 സീറ്റുകളിലെ അവർ ഒരുപാട് വിട്ടുവീഴ്ച മനോഭാവം സീറ്റ് വിതരണത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം 78 സീറ്റുകൾ പിടിച്ച BJPക്ക് 101 സീറ്റേ ഉള്ളൂ. 45 സീറ്റിൽ വിജയിച്ച JDU-വിനും 101 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള പങ്കുവെക്കലുകൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ നിതീഷിനെ മുഖ്യ പ്രചാരകനായിട്ട് ഉയർത്തി കാണിക്കാത്തതിന്റെ പിന്നിലുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് 20 വർഷത്തെ ആന്റി ഇൻകംബൻസി ഉണ്ട്. 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ്. ആ 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനായിട്ട് NDAയുടെ കേന്ദ്രത്തിലെ NDA എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിനെ കുറച്ചുകൂടെ തറപ്പിച്ച് വോട്ടർമാരോട് പറയാനാണല്ലേ, അവരുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് ശ്രമം. അപ്പം ഈ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ ടാർഗറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആന്റി ഇൻകംബൻസി ഒരു വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കാൻ എതിരാളികൾക്ക് കഴിയും. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കുക. പിന്നെ യൂത്തിന്റെ വോട്ട് ഭയങ്കരമായിട്ട് അഖിലേഷ് യാദവിനൊപ്പം പോകുന്നുണ്ട്. അപ്പൊ ഈ അഖിലേഷ് യാദവും നിതീഷ് കുമാറും കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂത്തിന്റെ വോട്ട് അഖിലേഷിന് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ NDA എന്ന് പറയുന്ന ഒരു ലാർജർ ഇമേജിന് കുറച്ചുകൂടി യൂത്തിനെ ആകർഷിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു തന്ത്രം ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും രസകരമായി നമ്മൾ കാണേണ്ട ഒരു സംഗതി, 6% സ്ത്രീകളുടെ വോട്ട് കൂടുതലാണ് NDAക്ക് എന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം 10,000 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് ഒരു 1 ടൈം പേയ്മെന്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അതിനൊക്കെ ആയിട്ട്. അപ്പൊ ഈ സ്ത്രീകളുടെ പെട്ടെന്നുണ്ടായ ഈ പറഞ്ഞതുപോലെയുള്ള NDAയുടെ പക്ഷത്തേക്കുള്ള ഈ ചായ്വ് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെയുള്ള വ്യത്യാസം 2% മാത്രമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സർവേകൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇനിയും കാണാത്ത സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ വോട്ടർ പട്ടികയിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇറക്കുന്ന പണം, അല്ലെങ്കിൽ കാസ്റ്റിന്റെ സമവാക്യങ്ങളിലെ ചില പ്രത്യേകതകൾ, പിന്നെ ഈ പറഞ്ഞ വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികൾ, ജനസുരാജ് പാർട്ടിയെ പോലുള്ള പാർട്ടികൾ പിടിച്ചെടുക്കാവുന്ന സീറ്റുകൾ തുടങ്ങിയവയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കും.
തീർച്ചയായും അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനെന്നിരിക്കെ പ്രകടന പത്രികയിലും ഇപ്പോഴത്തെ പ്രചരണത്തിലുമൊക്കെ ഇഞ്ചോടിഞ്ചാണ് രണ്ട് മുന്നണികളും എന്നത് പറയാതെ വയ്യ. ശ്രീ നിജീഷ് അരവിന്ദ്, നോക്കൂ, ഇന്ന് NDAയുടെ പ്രകടന പത്രിക പുറത്തുവരികയാണ്. ഇതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക കോപ്പിയടിച്ചു എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. 1 കോടിയിലധികം സർക്കാർ ജോലികളാണ് വാഗ്ദാനം ചെയ്തത്. മറ്റ് കൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നത് പറയുന്നു. 1 കോടി സ്ത്രീകളെ ലഘുപതി ദീദിമാരാക്കും എന്ന പ്രഖ്യാപനം. പട്നയ്ക്ക് പുറമെ ബീഹാറിലെ 4 നഗരങ്ങളിൽ കൂടി മെട്രോ ട്രെയിൻ സർവീസ്, 10 പുതിയ വ്യവസായ പാർക്കുകൾ, 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, 243 അംഗ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കെ 1ാം ഘട്ട വോട്ടെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 10,000 രൂപ വീതം ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക്, ഏതാണ്ട് 75 ലക്ഷത്തിലധികം സ്ത്രീകളിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ പിന്നാലെ 1 കോടി തൊഴിലവസരം എന്ന വലിയ പ്രഖ്യാപനം ഉൾപ്പെടെ എത്തുമ്പോൾ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. ഓക്കെ, 2ാം ഘട്ടത്തിൽ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം. സാധാരണഗതിയിൽ BJP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ്. ഇപ്പൊ കർണാടകയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പ്രചരണമായിരുന്നു നരേന്ദ്രമോദി നേരിട്ട് നയിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു 6 മാസക്കാലം മുമ്പ് തന്നെ നിരന്തരമായ ആഴ്ചയിൽ 1ഉം 2ഉമായിട്ട് അദ്ദേഹം കർണാടകയിൽ വന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രഖ്യാപനം ഡബിൾ എഞ്ചിനായിരുന്നു. ഇപ്പൊ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം ഒരേപോലെയുള്ള മുന്നണിക്ക് കിട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, കേന്ദ്ര ഭരണത്തിൽ അങ്ങേയറ്റം സ്വാധീനം, മറ്റൊരാൾക്കുമില്ലാത്ത സ്വാധീനമുള്ള ആളാണ് നിതീഷ് കുമാർ. അങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ബീഹാറിന്റെ പിന്നോക്കാവസ്ഥ നമ്മൾ ഏതൊരു ഇൻട്രഡക്ഷനിൽ പറയുന്ന സമയത്തും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഗവൺമെന്റ് ആണ്, ജനങ്ങളാണ്, ഭരണ സംവിധാനമാണ് ബീഹാറിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൊരു ഇൻട്രഡക്ഷനും ആരംഭിക്കുന്നത്. അപ്പൊ ഇത് ആ പിന്നോക്കാവസ്ഥയെ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഒരല്പം പോലും മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത നിതീഷ് കുമാറിന്റെ നേരത്തെ പറഞ്ഞ ആയാറാം കെയറാം എവിടെയാണോ അധികാരമുള്ളത് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സർക്കാർ. അതിനപ്പുറത്ത് BJPക്ക് ഇന്ന് വരെ ബീഹാറിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധമാണ് നമ്മൾ നേരത്തെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്രയിൽ കണ്ടത്. കേവലം ഒരു വോട്ട് അധികാര യാത്രയുമായി ബന്ധപ്പെട്ടല്ല, ആ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായിരുന്നു ആ യാത്രയിലേക്ക് കടന്നു വന്ന യുവാക്കൾ. നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കണ്ട ഏറ്റവും കൂടുതൽ യുവാക്കൾ അണിനിരുന്ന സമ്മേളനമായിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടി നയിച്ച ആ യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ഭരണമാറ്റത്തിന്, അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതീകവും സൂചനയുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് മുകളിലേക്ക് ഞങ്ങൾ 1 കോടി തരും എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം ഈ അധികാരം എത്രയോ കാലം ഉണ്ടായിട്ടും 1 കോടി പോയിട്ട് ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിന് ഇനി എന്ത് സാധിക്കും എന്നുള്ള ചോദ്യമാണ്. പലപ്പോഴും ബീഹാർ പാക്കേജുകൾ ഒരുപാട് പ്രഖ്യാപിക്കപ്പെട്ടു എന്നല്ലാതെ ബീഹാറിന്റെ ഒരു അവസ്ഥയെ, സാമ്പത്തിക അവസ്ഥയെ മാറ്റാനോ ബീഹാറിന്റെ പൊതു വികസനത്തിൽ എന്തെങ്കിലും നൽകാനോ ഈ ഗവൺമെന്റിന് ഡബിൾ എഞ്ചിന് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ നിതീഷ് കുമാർ നമ്മളോടൊപ്പമായിരുന്നു, ജയിച്ചു, പിന്നെ അപ്പുറത്ത് ചാടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയെ കൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമാണ്, ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയമാണ്. അതിനെ അപ്പുറത്തേക്ക് നയിക്കാൻ മാത്രം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ മറ്റേതെങ്കിലും ആളുകളോ ക്യാമ്പ് ചെയ്തതുകൊണ്ടൊന്നും അവിടെയൊന്നും സംഭവിക്കാനില്ല എന്ന ഉറച്ച വിശ്വാസമാണല്ലോ. ഓരോ ദിവസം കഴിയുന്നതോറും ഇന്ത്യ മുന്നണി ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. തേജസ്വി യാദവിനെ മുന്നിൽ വെച്ചുകൊണ്ട് നേരത്തെ പ്രകടന പത്രിക ഇറക്കി സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, സ്ത്രീകളെയും യുവാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു കേവലം ബീഹാർ ഇലക്ഷന് നവംബർ 14 കേവലം ബീഹാർ ഇലക്ഷന് അപ്പുറത്തേക്ക് ഇന്ത്യ ഭരണത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, പ്രവർത്തക സമിതിയും അത്തരം ഒരു
നിലപാടിലേക്കാണ് എത്തുന്നത്. കേന്ദ്ര ഭരണത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ശ്രീ അഖിൽ രവീന്ദ്രൻ, ഇവിടിപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയ ചോദ്യം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതാണ്. ഇന്ന് പുറത്തിറങ്ങിയ പ്രകടന പത്രികയിലും മോദിയാണ് തിളങ്ങുന്നത്. മോദിയുടേതാണ് വലിയ മുഖചിത്രം. മോദി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആണ് BJP അവിടെ കളത്തിൽ നിറയുന്നത്. പ്രധാനമന്ത്രിയുടെ റാലികളിലെ പ്രസംഗം അതുയർത്തിയിട്ടുള്ള ചലനങ്ങളാണ് ചർച്ചയാകുന്നത്. നിതീഷിന്റെ അവസാന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇന്ത്യ മുന്നണി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ നിതീഷിനെ വെട്ടിക്കൊണ്ട് തന്നെ അവിടെ കളം പിടിക്കാമെന്നതാണോ BJPയുടെ ആത്മവിശ്വാസം? ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ബീഹാറിലുള്ളത്. നമുക്കറിയാം, ബീഹാറിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജംഗിൾ രാജ് ഭരണം, ജംഗിൾ രാജ് രാഷ്ട്രീയമാണോ അതോ വികസന രാഷ്ട്രീയമാണോ ഇനി തുടരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബീഹാറിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികളും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും ബീഹാറിലെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ കണ്ട് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീ അഖിൽ രവീന്ദ്രൻ, എന്തുകൊണ്ടാണ് 2 വർഷത്തിനകം ബീഹാറിൽ സീതാദേവി ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത്ഷായ്ക്ക് ഇന്ന് റാലിയിൽ ഉറപ്പ് കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? വികസന പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള ബീഹാർ ജനത കേന്ദ്ര സർക്കാരിനും NDAക്കും ഒപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തലും. അതനുസരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കണം. വിശ്വാസികളുണ്ട്, അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനമായി ഈ ബീഹാറിൽ മാറണം. ജംഗിൾ രാജ് ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ ജംഗിൾ രാജ് ക്രിമിനൽ രാഷ്ട്രീയത്തിൽ നിന്നും ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വികസിത രാഷ്ട്രത്തിലേക്കും വികസിത സംസ്ഥാനത്തേക്കും ബീഹാർ മാറുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനം ബീഹാറിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു, ആ സീറ്റ് വിഭജനത്തിൽ പോലും അവര് എങ്ങനെയാണ് നിലനിന്നത്, അവരെങ്ങനെയാണ് ആ സീറ്റ് വിഭജനത്തിൽ പോലും മാറി നിന്നുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ബീഹാറിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല. കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രമെന്ന, വികസിത ഭാരതമെന്ന, വികസിത ബീഹാർ എന്ന ആ ആശയത്തിനൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിൽക്കൊണ്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി ഞങ്ങൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്. ബീഹാറിലെ ഭരണം NDAക്കൊപ്പമാണ്. ഇരു മുന്നണികളും, അതായത് ഇന്ത്യ മുന്നണി, ആ മുന്നണി പരാജയത്തിന്റെ രീതിയിലാണ്. അതൊരു അമിത ആത്മവിശ്വാസമാകുമോ എന്നൊരു ചോദ്യമാണ് ശ്രീ അഖിൽ രവീന്ദ്രൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400+ എന്നുള്ളതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഫലം വന്നപ്പോൾ എന്തായി എന്നത് കണ്ടതാണല്ലോ. പിന്നീട് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം എന്നതായിരുന്നു പ്രതീക്ഷ, അതായിരുന്നു പ്രചരണം. ശ്രീ അഖിൽ, കേൾക്കാമോ എന്നെ? ആ പ്രചരണങ്ങൾ ഏറ്റെടുത്ത സംസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ശ്രീ അഖിൽ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? സംസ്ഥാനങ്ങളുണ്ട്. ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയവും ആ ഡബിൾ എഞ്ചിൻ സർക്കാരിൽ നിന്നുകൊണ്ട് വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ആ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ 28 ലക്ഷത്തിലധികം തൊഴിൽ 4.5 വർഷക്കാലം കൊണ്ട് ബീഹാറിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരവികസനവും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഉന്നമനവും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള ആ പദ്ധതികളും ആ സർക്കാർ നൽകിയിരിക്കുന്ന, കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന തുകകളും ഒക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ബീഹാറിനെ ചേർത്ത് വെക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ആ സർക്കാരിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഹാറിലെ ജനങ്ങൾ തയ്യാറാണ്. ഇന്ത്യ മുന്നണി കൊണ്ടുവരുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയം, അവിടെ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വം നടക്കുന്ന
ശരി അഖില്, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. വലിയ ആത്മവിശ്വാസം ബി.ജെ.പിയെ സംബന്ധിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വ്യക്തമാണ്. അത് വ്യക്തമാണ്. അത് അവിടുത്തെ പ്രചരണ രംഗത്ത് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികളിലൊക്കെ ആത്മവിശ്വാസം പ്രകടമാണ്. ഞാൻ ചോദിക്കുന്നത് അതൊരു അമിത ആത്മവിശ്വാസമാകുമോ എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് 400+ പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നാം ഘട്ടം കഴിയുമ്പോഴാണ് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന കാര്യം ബോധ്യപ്പെട്ടത്. പിന്നീട് കളം മാറ്റിയല്ലോ. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടോ? ഇവിടെ ഇപ്പോൾ SIR ഒക്കെ നടപ്പാക്കി പരമാവധി വേണ്ടുന്ന ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് എന്നതിനപ്പുറം ഈ അമിത ആത്മവിശ്വാസം നിതീഷ് കുമാറിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തിക്കാട്ടാതെ അങ്ങനെ ഒരു സൂചന പോലും നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസമാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് എന്നതാണ് എന്റെ ചോദ്യം. ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് കേവലം പ്രസംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലൂടെയല്ല. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് അനുഭവിക്കണം. ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളുടെ ഗുണങ്ങൾ ലഭിക്കണം. അത് ജനങ്ങളുടെ വീടുകളിലേക്കും അവന്റെ തൊഴിലിടങ്ങളിലേക്കും അവന്റെ വിദ്യാലയങ്ങളിലേക്കും അവന്റെ ജീവിത നിലവാരങ്ങളിലേക്കും എത്തുമ്പോഴാണ് ഒരു സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത്. ആ പ്രതിബദ്ധത കഴിഞ്ഞ 11 വർഷക്കാലമായി കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബീഹാറിലെ ജനങ്ങൾ കാണുന്നത്. അവരുടെ ആവശ്യത്തിന് അവരുടെ ആത്മവിശ്വാസത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ കേന്ദ്ര സർക്കാരും. ബീഹാറിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, ആത്മവിശ്വാസം എന്ന് പറയുന്നത് അമിത ആത്മവിശ്വാസമാണോ എന്നതായിരുന്നു എന്റെ ചോദ്യം. താങ്കൾ അത് ഉൾക്കൊണ്ടില്ല, അതിൽ മറുപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ MS വേണുഗോപാൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ 2 പ്രകടന പത്രികകൾ നമുക്ക് മുന്നിലുണ്ട്. വളരെ നേരത്തെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ NDA തുടങ്ങിയിരുന്നു. കേന്ദ്രത്തിലെ ഭരണം പരമാവധി അതിൻ്റെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബീഹാറിനെ സംബന്ധിച്ച് ശ്രമങ്ങൾ ഉണ്ടായതാണ്. ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ മാസങ്ങൾക്ക് മുൻപേ കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച വലിയ ആത്മവിശ്വാസം NDA ക്യാമ്പിന് നൽകുന്നുണ്ട്. ഒപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം ഈ 20 വർഷം നീണ്ട ഭരണം, അതിൻ്റെ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമാകും എന്നതാണ്. അതിനപ്പുറം തേജസ്വിയിൽ വിശ്വാസം അർപ്പിച്ച് യുവാക്കളെ ഒപ്പം നിർത്താം എന്ന പ്രതീക്ഷ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും സീറ്റ് വിഭജന കാര്യത്തിൽ പണി പാളിയിട്ടുണ്ട്. 11 സീറ്റുകളിൽ നേരിട്ട് മത്സരത്തിന്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രകടന പത്രികകൾ വരുന്നു. ഇപ്പോൾ 6 ദിവസം മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ കളത്തിൽ മുൻതൂക്കം ആർക്ക് എന്നതാണ് താങ്കളുടെ നിരീക്ഷണം? ഇപ്പോൾ പ്രവചനാതീതം എന്ന് പറയാം. കാരണം ഒരു 1-2% ഒരു വ്യത്യാസത്തിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ് നടക്കുന്നത്. പക്ഷേ പല ഇതിനു മുമ്പ് നടന്ന പല സർവേകളും പറയുന്നത് BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് ശക്തമായ മുൻതൂക്കം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം തേജസ്വി വളരെ ശക്തമായി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് മുകൾ തട്ടിൽ മാത്രം നിൽക്കുന്നു എന്നൊരു പരാതിയുണ്ട്. കാരണം താഴത്തെ തട്ടിൽ ഇപ്പോഴും ഒരു ഐക്യത്തിലെത്താൻ അവർക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം സീറ്റ് വിഭജനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരസ്പരം താങ്കളിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 243-ൽ 255 സീറ്റിൽ വരെ ആളുകൾ പരസ്പരം പോരാടുന്ന ഒരു കാര്യവും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥികൾ മഹാഗഡ്ബന്ധന് കൂടുതലാണ്. അപ്പൊ അത് ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ജൻസ്വരാജ് പാർട്ടിയുടെ ഏതാണ്ട് അവരെത്ര ശതമാനം വോട്ട് പിടിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അവര് ആന്റി ഇൻകംബൻസി പറഞ്ഞുകൊണ്ടൊക്കെയാണ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമായും BJP പാളയത്തിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ ഘടകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 100% നമുക്ക് ആരുടേതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും NDAക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് പൊതുവെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഇപ്പോ ഏതാണ്ട് 19% വരുന്ന, ഇപ്പൊ പുതിയ സെൻസസ് വന്നിട്ടില്ല, പുതിയ സെൻസസിലൂടെ ഒരു ഊഹം വെച്ചിട്ട് കണക്കാക്കുന്നത് ഒരു 19% മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ്. അപ്പൊ ഏതാണ്ടൊരു 2 കോടി അടുപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് അവിടെ നിർണായക ഘടകമാണ്. 2 കോടി വോട്ട് വരില്ല, 2 കോടിയോളം ജനങ്ങൾ. അപ്പൊ അതിലൊരു 70-75% പോൾ ചെയ്താൽ പോലും അതൊരു ലാർജ് നമ്പറാണ്. കാരണം 7,47,00,000 ജനങ്ങളുള്ളിടത്ത് 2 കോടിയോട് അടുപ്പിച്ച് വരുന്ന വോട്ടെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അത് പൂർണ്ണമായും തന്റെ പെട്ടിയിൽ വീഴിക്കുക എന്നുള്ളതാണ് നിതീഷിന്റെയും
തേജസ്വിയുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് തേജസ്വി പറഞ്ഞത് വഖഫ് നിയമം ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത്. നടക്കാത്തൊരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏത് നിയമവും എല്ലാ സംസ്ഥാനങ്ങളിലെയും ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിഷയമായിരിക്കണം. അല്ലാത്തടത്തോളം കാലം സെൻട്രൽ എടുക്കുന്ന നിയമങ്ങൾ എല്ലായിടത്തും ബാധകമാണ്. എങ്കിൽ പോലും ഇപ്പോൾ തേജസ്വി പറയുന്നത് ഞങ്ങൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച പുതിയ നിയമത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അതൊരു അപ്പീസ്മെന്റ് ആണ്. മുസ്ലിങ്ങൾ എൻബ്ലോക്ക് ആയിട്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് കൊടുക്കുന്നത്. അതുപോലെ മുസ്ലിങ്ങളുടെ സംരക്ഷകൻ ഞാനാണ്. പണ്ട് എന്റെ പിതാവ് ലാലു പ്രസാദ് യാദവാണ് സമസ്തിപൂരിൽ BJPയുടെ അല്ലെങ്കിൽ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് ബീഹാറികൾക്ക് രോമാഞ്ചം ഉണ്ടാക്കിയത് എന്റെ പിതാവാണ്. ഇപ്പൊ ഞാൻ മറ്റൊന്നും കൂടി പറയുകയാണ്, അതായത് വഖഫ് നിയമം ഇവിടെ നടപ്പിലാക്കുകയില്ല എന്ന്. അപ്പൊ ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിന് യാദവ് വോട്ടുകളിൽ കുറച്ചൊക്കെ BJPക്ക് പോകുമെന്നുള്ള സംശയമുണ്ട്. അപ്പൊ മുസ്ലിം വോട്ടുകളെങ്കിലും പൂർണ്ണമായും പിടിച്ചു നിർത്തേണ്ട. ശ്രീ MS വേണുഗോപാൽ, RJDയെ സംബന്ധിച്ച് അവരുടെ വിജയ ഫോർമുലയാണ് ഈ യാദവ വോട്ടുകൾ പ്ലസ് മുസ്ലിം വോട്ടുകൾ. അതാണ് അവരുടെ ജയം നിശ്ചയിച്ചിരുന്ന ഘടകം. അവിടെയാണല്ലോ SIRലൂടെ പരമാവധി മുസ്ലിം വോട്ടുകൾ മാറ്റപ്പെട്ടു എന്ന ആരോപണം നേരിടുന്നത്. ഇന്ത്യ മുന്നണി അത്തരം ഒരു ആരോപണം അവിടെ ഉന്നയിക്കുന്നത്. വളരെ തന്ത്രപരമായി നടന്ന നീക്കങ്ങളാണ് അത് എന്ന ആരോപണം ഉയരുന്നത്. അപ്പോൾ മുൻപ് വിചാരിച്ചിരുന്ന പോലെ, കണക്ക് കൂട്ടിയിരുന്ന പോലെ ആ ഒരു കൺസോളിഡേഷൻ വരും, അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എത്രമാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യബോധമുണ്ട്? അതാണ് അവരുടെ ഭയം. അതായത് ഇപ്പോ 47 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. 21 ലക്ഷത്തോളം വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ SIR പ്രകാരം. അപ്പൊ അതിന്റെ പ്രതിഫലനം എങ്ങനെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ അതിന്റെ ഗുണം ആർക്ക് എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാലേ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും തേജസ്വിക്ക് അതിനകത്തൊരു വലിയ സംശയമുണ്ട്. തന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ശോഷണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നടക്കാത്ത പല പദ്ധതികളും പറഞ്ഞ് മുസ്ലിം അപ്പീസ്മെന്റിന് വേണ്ടിയിട്ട് വളരെ ശക്തമായി ശ്രമിക്കുന്നത്. ഇത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. കാരണം യാദവർ ഉൾപ്പെടെയുള്ളവരിൽ BJP അത് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, മുസ്ലിം വർഗീയതയാണ് നടത്തുന്നത്, മുസ്ലിങ്ങളുടെ വോട്ട് നേടാനാണ് ശ്രമിക്കുന്നത്, നിങ്ങളുടെ വോട്ടിന് അവർക്ക് പ്രാധാന്യമില്ല എന്നുള്ളത് താഴെത്തട്ടിൽ BJP വളരെ വ്യാപകമായിട്ട് പറയുന്നുണ്ട്. ഇത് തേജസ്വിക്ക് ഒരു പ്രശ്നമായി വരുമോ എന്നുള്ളത് ഒരു കാര്യം കൂടെ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ശ്രമം മുസ്ലിം വോട്ടുകളിൽ കോൺഗ്രസും കൂടെ ഒരു കൈകടത്തൽ നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് തേജസ്വിക്ക് ഒരു വിഷമമുണ്ട്. അതാണ് വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടധികാർ യാത്രയിൽ പങ്കെടുത്തപ്പോൾ തേജസ്വിക്ക് മനസ്സിലായത്. മുസ്ലിമിന്റെ വോട്ടുകൾ കോൺഗ്രസ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ വന്നാൽ അത് തന്റെ വോട്ടുകളിലേക്കാണ് കൈകടത്തുന്നത് എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ആദ്യ കാലഘട്ടങ്ങളിൽ അടുപ്പിക്കാതെ നിന്നത്. പിന്നീട് അശോക് ഗെഹ്ലോട്ട് വന്ന് ഒരു ചർച്ച നടത്തി ലാലുവിനെയും തേജസ്വിയെയും ഒരുവിധം സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പ്രവേശിക്കാൻ തന്നെ കഴിഞ്ഞത്. എന്നിട്ട് പോലും അവർ ഒന്നിച്ച് കൈ ഉയർത്തുന്ന സീനുകൾ പോലും പലയിടത്തും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അകൽച്ചകൾ പലതും അവിടെ നടപ്പുണ്ട്. മഹാഗഠബന്ധൻ അത്ര സുരക്ഷിതമായ ഒരു ഗഠബന്ധനായിട്ട് പറയുന്നില്ല. അതിൽ സീറ്റിന് വേണ്ടിയുള്ള അനാവശ്യ പിടിവാശി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളും ലഭിച്ച സീറ്റുകളും തമ്മിലുള്ള അന്തരം എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടും സീറ്റിന് വേണ്ടിയുള്ള ഒരു അമിതമായ ബലം പിടുത്തം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ? ഈ 11 സീറ്റുകളിൽ മുഖാമുഖം വരുന്ന സാഹചര്യമെങ്കിലും ഒഴിവാക്കേണ്ടതായിരുന്നില്ല. അത് മുന്നണിക്കേറ്റ വലിയ പരാജയമാണ്. മോദി പോലും ചൂണ്ടിക്കാട്ടുന്ന, പല റാലികളിലും ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നായി അത് മാറിയിട്ടുണ്ട് അവിടെ. അതെ, ആ അനൈക്യം വളരെ വലുതാണ്. അത് BJPയും NDAയും മുതലെടുക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, കോൺഗ്രസ് പ്രധാനമായിട്ടും കണക്കുകൂട്ടിയത് ഈ വോട്ടധികാർ യാത്രയിൽ തങ്ങളുടെ കൂടെ ഒരു വലിയ ജനവിഭാഗം വന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ബീഹാറി ജനതയ്ക്ക് മുമ്പിൽ ശ്രമിച്ചു. അത് പക്ഷെ തേജസ്വി യാദവിന് ഒട്ടും ബോധ്യപ്പെട്ടില്ല. കാരണം വോട്ടില്ലാത്ത ബംഗ്ലാദേശുകാരാണ് ആ യാത്രയിൽ അധികവും പങ്കെടുത്തത് എന്നുള്ളൊരു ആക്ഷേപം അവിടെ പലരിലും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് തേജസ്വിയുടെ വോട്ടിൽ അത് കോൺഗ്രസിന്റെ വോട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്.
അതുപോലെ കോൺഗ്രസ്സുകാരോട് അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ വൻതോതിൽ ഈ റാലിയിലേക്ക് ആളെ കൊണ്ടുവരണം. അങ്ങനെ വൻതോതിൽ ആളെ കൊണ്ടുവന്നപ്പം ഇപ്പൊ അവര് 70 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്, കാരണം ഈ റാലിയുടെയൊക്കെ ഫലമായിട്ട്. എന്നാൽ തേജസ്വിക്ക് അത് ഒട്ടും വിശ്വാസം വന്നില്ല. അദ്ദേഹം അതിൽ സീറ്റുകളുടെ എണ്ണം കുറച്ച് 60-ൽ താഴെയാക്കാനാണ് നോക്കിയത്. 50 എന്ന് പറഞ്ഞ് പിന്നെ അവസാനം 60-ൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ അവർ മത്സരിക്കുകയാണ്. അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ അവരുടെ മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരി 2005 വരെ നിലനിന്ന ആ മുൻ ലാലുവിന്റെ ഭരണത്തിൽ ജംഗിൾ രാജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഭീതിയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം യാദവന്മാരും RJDയുടെ മറ്റ് നേതാക്കളും അഴിഞ്ഞാടിയിരുന്ന അവസ്ഥ, പോലീസ് സ്റ്റേഷനിൽ പോലും പോയാൽ സാധാരണക്കാരന് നീതി ലഭിക്കാത്ത അവസ്ഥ, ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് ബീഹാറിൽ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട്. പലരുടെയും വളരെ ഭീതിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോ NDA ഉൾപ്പെടെയുള്ളവർ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എപ്പോഴും പറയുന്നത്, നിങ്ങൾ തേജസ്വിക്ക് വോട്ട് ചെയ്താൽ അത് ജംഗിൾ രാജിനായിരിക്കും വോട്ട്, അതേസമയം ഞങ്ങൾക്ക് NDAക്ക് വോട്ട് ചെയ്താൽ അത് കല്യാൺ രാജിനായിരിക്കും. പക്ഷേ കഴിഞ്ഞ തവണയും ഇത്രയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയുള്ള പ്രചരണം അഴിച്ചുവിടുമ്പോഴും, മോദിയുടെ നേതൃത്വത്തിൽ അഴിച്ചുവിടുമ്പോഴും ആ ഒരു ക്ഷീണം RJDക്ക് ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ കാണണം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് എത്തിയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. സമാനമായിരുന്നു അന്നും ഉയർത്തിയ ആരോപണങ്ങൾ. ഞാൻ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്താം. ഓക്കെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ നിജീഷ് അരവിന്ദ്, കഴിഞ്ഞ തവണ 43 സീറ്റ് മാത്രമാണ് JDU ഉണ്ടായിരുന്നത്. 3ാം സ്ഥാനത്ത് വന്ന പാർട്ടിയുടെ നേതാവിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നതാണ് BJPയുടെ ആത്മവിശ്വാസം. അതിനുള്ള തന്ത്രങ്ങളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ 20 വർഷത്തെ ആന്റി ഇൻകംബൻസി ഉണ്ടാകും. അത് കൂടി ബാധിക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമാകാം. അതിനപ്പുറം പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ, പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ, അതിനപ്പുറം ഇപ്പോൾ സീതാദേവിയുടെ ക്ഷേത്രം, ഛഠ് പൂജ, ഇതൊക്കെയും ആളിക്കത്തിക്കുകയാണ് അവിടെ. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെ അണയാതെ കത്തുന്ന തീയെക്കുറിച്ച് അമിത്ഷാ പറയുകയാണ്. ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ ഇറ്റലിയിൽ പ്രകമ്പനം ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള വികാരങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് BJP ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിന് എല്ലാ തവണത്തെയും പോലെ തന്നെ മോദി നേതൃത്വം കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാത്രം ചൂണ്ടിക്കാണിച്ച് മുന്നണിയിൽ പരസ്പരം മത്സരിച്ച് നിന്നാൽ എന്തെങ്കിലും മാജിക് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ മുന്നണിക്ക്? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമല്ലല്ലോ. പിന്നീടാണല്ലോ കാലുവാരിയിട്ട് ആ സർക്കാരിനെ, അല്ലെങ്കിൽ ഒപ്പം നിർത്തിയിട്ട് ആ സർക്കാരിനെ അട്ടിമറിച്ചത്. കഴിഞ്ഞ തവണ ജയിച്ചത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ് ബീഹാറിൽ. അതുകൊണ്ട് 2005-ലെ ഫീലിങ്സ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു പ്രചരണത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, 43 സീറ്റിലായി എന്നുള്ളത് കൊണ്ട് ബീഹാറിലുടനീളം നെറ്റ്വർക്ക് ഉള്ള രാഷ്ട്രീയ സംഘടന, ആ രാഷ്ട്രീയ സംഘടനയാണ് മത്സരിച്ച് ജയിക്കാനുള്ള ശ്രമം RJDയെ സംബന്ധിച്ചിടത്തോളം. മറ്റത് NDA മുന്നണി. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു മുദ്രാവാക്യം? നാട്ടും പുറത്തു പോലും ബോർഡ് വെച്ച് ഇത്തവണ 400-ൽ അധികം. BJPയുടെ ഏതെങ്കിലും ചർച്ചയ്ക്കകത്ത് ആത്മവിശ്വാസ കുറവ് ഉണ്ടായിരുന്നോ? BJP മുന്നണി ഇതുപോലെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാല് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരേണ്ടി വരുമെന്ന് എപ്പോഴെങ്കിലും അവർ പറഞ്ഞിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ? അല്ലല്ലോ. അവരുടെ സീറ്റുകൾ, വാരാണസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് പോയി. അത് തന്നെ എത്രത്തോളം അതിൽ തട്ടിപ്പുണ്ട് എന്നുള്ളത് വ്യക്തമാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവം അട്ടിമറിച്ചതിന്റെ കഥകളാണ് പുറത്തേക്ക് വരുന്നത്. ജനാധിപത്യത്തിനെ അട്ടിമറിച്ചതിന്റെ കഥകളാണ് ഇന്ത്യ രാജ്യത്തെ ഓരോ ചെറു കവലയിലും ചർച്ച. നമ്മൾ കർണാടകയിലെ 1-2 എക്സാമ്പിൾ വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയും ഹരിയാനയും ഉൾപ്പെടെ എല്ലായിടത്തും വോട്ട് എങ്ങനെയൊക്കെ കൈക്കലാക്കി, എങ്ങനെയൊക്കെ മുറിച്ചും വെട്ടിയും ഇല്ലാതാക്കിയും കൈക്കലാക്കി എന്നുള്ളതിന്റെ തെളിവ്, അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ബീഹാറിലെ ജനതയോട് വോട്ട് അധികാര യാത്ര, നമ്മുടെ അവകാശമാണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് SIT മുഖേന വെട്ടി മാറ്റപ്പെട്ട വോട്ടുകൾ എത്ര തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോകേണ്ടി വന്നു, ഗവൺമെന്റ് പിറകോട്ട് പോകേണ്ടി വന്നു.
അപ്പൊ അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബീഹാറിലെ പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം ഈ ഗവൺമെന്റ് ഭാഗത്തുണ്ടായപ്പോൾ, നേരത്തെ കർണാടകയിലും മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിലും ഒക്കെ പരീക്ഷിച്ച ജനാധിപത്യത്തിന് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. ആ പൊളിറ്റിക്സിനോടൊപ്പം ആളുകൾ ചേർന്ന് നിന്നിട്ടുണ്ട്. അല്ലാതെ ബീഹാറിൽ നേരത്തെ വേവാത്ത സാധനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ചും അങ്ങനെ ഒരു അതിതീവ്ര ഹിന്ദുത്വ അജണ്ട ഇതുവരെ ബീഹാറിൽ വന്നിട്ടില്ല. BJP-യുടെ ആ ഒരു തീവ്രവാദ പൊളിറ്റിക്സ് ഇതുവരെ വേവാത്ത ഒരു സ്ഥലമാണ്. അവിടെ സീതാദേവിയുടെ ക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും കത്തും എന്ന് വരും. ഉത്തർപ്രദേശിൽ കത്താത്തത് ബീഹാറിൽ കത്താനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്തായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അയോധ്യയായിരുന്നു. അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പണിതീരാത്ത ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും എത്ര കാലമായിരുന്നു ചർച്ച ചെയ്തത്. അയോധ്യയിലെ അവിടെയുള്ള നമ്മുടെ വിമാനത്താവളം, അവിടെയുള്ള റെയിൽവേ, അവിടെയുള്ള വികസനം പക്ഷേ വിജേഷ്, ആ ഘട്ടത്തിലൊന്നും ഈ ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസം BJP പറയുന്നു എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിലൊന്നും ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി നേതാക്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഭരം വന്നപ്പോഴാണല്ലോ ശരിക്ക് ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയത്. അമിത പ്രചരണത്തിൽ വീണു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അത് തന്നെ സംഭവിക്കുമോ എന്നതാണ് എന്റെ സംശയം. എന്തുകൊണ്ട് സീറ്റ് ഷെയറിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞില്ല? എല്ലായിടത്തെയും പോലെ തന്നെ അവിടെ അവസാന നിമിഷം ഈ വോട്ട് ചോരി യാത്രയൊക്കെ നടത്തി ഉണ്ടാക്കിയ ഇമേജ് സീറ്റ് ഷെയറിംഗിൽ കൊണ്ട് കളഞ്ഞില്ലേ മുന്നണി? ഇപ്പോഴും അവരുടെ അമിത ആത്മവിശ്വാസത്തിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവുമായി നിൽക്കുന്ന മുന്നണിയെയാണ് പുറമേക്ക് കാണുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അല്ല, ഒന്ന് കർണാടക തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രചരണം മോദി അഴിച്ചുവിട്ടത്. കേരളത്തിലേക്ക് ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള സ്റ്റോറി വേണമോ എന്നൊക്കെ ചോദിച്ചത്. അതിനെ ജനങ്ങൾ തിരസ്കരിച്ചു. പിന്നെ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം കോൺഗ്രസിന് ഇല്ല എന്ന് ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഞങ്ങൾക്കൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾക്ക് ജയിക്കുന്ന 101 സീറ്റ്, നിർബന്ധമായും ജയിക്കുന്ന 101 സീറ്റിന്റെ കണക്കും പിന്നീട് സാധ്യതയുള്ള കോൺഗ്രസിന്റെ മാത്രം സാധ്യതയുള്ള മറ്റു മുന്നണികളുടെ കണക്കും ഞങ്ങൾക്ക് തലേദിവസം തന്നെ ഇലക്ഷന്റെ റിസൾട്ടിന് 2 ദിവസം മുമ്പ് അതിനെ എത്തിച്ചു തന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഇലക്ഷനിലേക്ക്. നിങ്ങൾ എത്ര വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോയത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ആത്മവിശ്വാസ കുറവില്ല, ചെറിയ പിഴവുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായി വന്നത് ഒന്ന് ബീഹാറിലെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോയത്. അല്ലാതെ മണിപ്പൂരില് നമ്മൾക്കൊക്കെ ഏറ്റവും പറയുന്നത് 2 സീറ്റേ ഉള്ളൂ എങ്കിലും മണിപ്പൂരില് വർഗീയ ലഹള, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഭൂരിപക്ഷത്തിനൊപ്പം ഗവൺമെന്റ് നിന്നുകൊടുത്ത് ന്യൂനപക്ഷത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നയിച്ചിടത്ത് കോൺഗ്രസ് ജയിച്ച അന്നത്തെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ജോഡോ യാത്രയുടെ ഒക്കെ ഇമ്പാക്റ്റും എഫക്റ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് അന്നൊന്നും അതിനെ സ്വീകരിക്കാത്ത ആളുകൾ ആ യാത്ര കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, കോൺഗ്രസ് നേതാവ് നടത്തിയ യാത്രയും അതിന്റെ എഫക്റ്റിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പോയ വഴികളിലൂടെയൊക്കെ ജയിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം BJP ഉണ്ടെങ്കിൽ ഞാനതിന് മറുപടി പറയാൻ ഇല്ല. BJP അതിന്റെ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോകട്ടെ. ഏതായാലും BJP നിരന്തരം പരീക്ഷിക്കുന്ന വർഗീയ വേർതിരിവും വർഗീയ വിഷവിത്തും മുളയ്ക്കുന്ന മണ്ണല്ല ബീഹാറിന്റെ മണ്ണല്ല എന്നാണ് പറയുന്നത്. നമുക്ക് തിരിച്ചെത്താം, ഒരു ഇടവേള കൂടി. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അഖിൽ രവീന്ദ്രൻ, ഈ കേന്ദ്രത്തിലെ ഭരണം നിശ്ചയിക്കാൻ പോലും കെൽപ്പുള്ള തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നതെന്നാണ് നിതീഷിന്റെ മുൻകാല ചരിത്രം നമുക്കറിയാം. ഇന്ത്യ മുന്നണി മുഖ്യ എതിരാളിയായി ഇപ്പോൾ നിൽക്കുമ്പോൾ അതിന് തുടക്കമിട്ട വ്യക്തികളിൽ ഒരാളാണ് നിതീഷ് എന്ന കാര്യം അറിയാം. അധികാരം കയ്യിൽ നിന്ന് പോയാൽ നിതീഷ് പിന്നീട് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാവിയും ബീഹാർ ജനങ്ങളുടെ വോട്ടെഴുത്തിൽ ആണോ? ആ ഒരു ആശങ്ക BJP സംബന്ധിച്ചുണ്ടോ? അങ്ങനെയുള്ള ഒരു ആശങ്കയും BJP സംബന്ധിച്ചെടുത്തില്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്. ആ വികസന രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നത്. ബീഹാറിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്തുവിടുന്നത് CPM AKG സെന്ററിൽ നിന്നൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം കോൺഗ്രസ് പ്രതിനിധികൾക്കും ചർച്ചകൾക്ക് ഇത്ര സീറ്റ് ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു ക്യാപ്സ്യൂളൊക്കെ വരുന്നത് കണ്ടു. എന്തായാലും ഈ കോൺഗ്രസ് പ്രതിനിധി അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചത് കർണാടക തെരഞ്ഞെടുപ്പും കർണാടകയിലെ സർക്കാരിനെ സംബന്ധിച്ചാണ്. ആ കട പൂട്ടാറായി. ആ കട പൂട്ടി എന്നുള്ളതിന് വ്യക്തമായ സൂചനകളാണ് കർണാടകയിൽ നിന്നും ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ അഴിമതിയും സ്വജനപക്ഷവും നിറഞ്ഞിട്ടുള്ള ഒരു സർക്കാർ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന സംവിധാനത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കർണാടകയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ ഘടകകക്ഷികളോടൊപ്പം ചേർന്നാണ് ഭരിക്കുന്നത്. ഒരു സംസ്ഥാനത്തും ഒരു പ്രതിസന്ധിയുമില്ല. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും NDA സർക്കാരിനും ഒരു പ്രതിസന്ധി നിലവിലില്ല. ബീഹാറില് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ മുഖ്യമന്ത്രി ആളുകളാണ് മണിപ്പൂരിൽ മുഖ്യമന്ത്രി BJP ഭരിക്കുന്ന സംസ്ഥാനം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ 1-2 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങി ആദർശത്തിലും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് പടുകുഴിയിൽ കിടക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രസ്ഥാനമാണ്. അവർക്ക് മുന്നോട്ട് ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ സാധിക്കുക. നിങ്ങൾ കൊണ്ടുപോയത് രാജ്യത്തെ ജനങ്ങളെ പുറകോട്ടാണ്. അത് തിരിച്ചറിഞ്ഞ ജനങ്ങളാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെയും NDAയ്ക്കും വീണ്ടും വീണ്ടും അധികാരത്തിൽ തുടരാൻ നൽകുന്നത്. നിങ്ങൾ ആക്ഷേപിച്ചല്ലോ നേരത്തെ, ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ അതെല്ലാം വോട്ട് കച്ചവടത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രൽ മിഷൻ കംപ്ലൈന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ തിരിമറി നടത്തിക്കൊണ്ട് ജയിക്കുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കുണ്ടായ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട്, സംഘടനാ ദൗർബല്യം കർണാടകയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് സുഹൃത്തെ BJP മറുപടി പറഞ്ഞിട്ടില്ല. മഹാദേവപുരയിലെ മറുപടി നിങ്ങൾക്ക് ഇതുവരെ വെക്കാൻ സാധിച്ചിട്ടില്ല. സംഘടനാ സംവിധാനമായി കേരളത്തിലടക്കം കോൺഗ്രസ് മാറിയിരിക്കുന്നു അല്ലെ? കേരളത്തിലടക്കം കോൺഗ്രസ് ഈ ദൗർബല്യം നേരിടുകയാണ്. ഈ ആശയച്യുതി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് സീറ്റ് വിഭജനത്തിലേക്ക് അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പരാജയപ്പെട്ട നേതാവിന്റെ കീഴിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് പ്രതീക്ഷയില്ലാതെ നിൽക്കുകയാണ്. ബീഹാറിലെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ബീഹാറിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വികസന പദ്ധതികൾ അത് കൃത്യമായി ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ അനുഭവം അവിടുത്തെ ജനങ്ങളുടെ വോട്ടെടുപ്പിൽ ഉണ്ടാകും. അത് ജനങ്ങൾ കൃത്യമായി വോട്ടെടുപ്പിലൂടെ വിനിയോഗിക്കും. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അല്ലെങ്കിൽ ആ മുന്നണിയെ ആദ്യ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയൊക്കെ വോട്ട് വിഘടിക്കപ്പെടുന്നു, ആർക്കൊക്കെ അനുകൂലമാകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇടവേളയ്ക്ക് ശേഷം ന്യൂസ്@9 കാണാം. നമസ്കാരം.